ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 3.5 സെൻറ്റിൽ 1410 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. ഇത് തിരുവനന്തപുരം മരതൂരിലാണ്. സബർ സൗമി ദമ്പതികളുടെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ കുറഞ്ഞ പ്ലോട്ടിൽ വ്യത്യസ്തമായിട്ട് 3 ബെഡ്റൂമോട് കൂടിയിട്ട് നല്ല രസമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബൈത്ത് കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അജാസ് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റീരിയറിൽ തന്നെ തുടങ്ങാം. എങ്ങനെയാണ്? നമുക്കിത് ഒരു ക്ലയൻറ്റ് ഒരു സജഷൻ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണം. ഇത് 3.5 സെൻറ്റ് പ്ലോട്ടേ ഉള്ളൂ. അപ്പോൾ 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണം എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പിന്നെ 3 ബെഡ്റൂം വേണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കുറച്ച് ഇറക്കിയാണ് അതുകൊണ്ട് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡിലൊരു വർക്ക് ഏരിയയും ഒക്കെ വേണ്ടതുകൊണ്ട് മാക്സിമം നമ്മൾ ബാക്കിലോട്ട് എത്ര കിട്ടുമോ അത്രയും മാക്സിമം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കോമ്പൗണ്ട് വാളിൽ എങ്ങനെയാണ്? കോമ്പൗണ്ട് വാൾ നമ്മൾ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം കുറച്ച് പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരു വില്ല പ്രോപ്പർട്ടി ആയതുകൊണ്ട് അപ്പുറത്തൊക്കെ നാളെ ഒരു സമയത്ത് കോമ്പൗണ്ട് വാളൊക്കെ വരുന്നത് കൊണ്ട് അതും വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പരമാവധി ജിയുടെ ഒരു ഹോൾ മെഷൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മുറ്റം നമ്മൾ മോൾഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്തത്. നമ്മൾ സാധാ സ്റ്റോൺ അല്ല ചെയ്തത്. കുറച്ച് കെമിക്കലും, അതായത് പായൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. മെഷ് വെച്ചിട്ട് നമ്മൾ തന്നെ മോൾഡ് ഉണ്ടാക്കി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുക. അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അതിനിടയ്ക്ക് നമ്മൾ പെബിൾസ് ഇട്ട് കൊടുത്തു. ഈ സെൻറ്ററിൽ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഗ്രാസ് വെച്ച് കൊടുത്തു. നാച്ചുറൽ ഗ്രാസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ധാരാളം സൈഡ്സിൽ ഉള്ള സ്പേസിൽ ഒരുപാട് ചെടികളാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച്, അതായത് ചെറിയ വീടായതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സും കുറച്ച് ഓപ്പണിങ്ങും കൊടുത്തു കഴിയുമ്പോഴേ കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരമാവധി കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ പാർട്ടീഷൻ തന്നെയാണല്ലേ? കാരണം നമുക്കിത് 3.5 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പോൾ 1410 സ്ക്വയർ ഫീറ്റ് കണ്ടീഷൻ എല്ലാം നമുക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അത് നമ്മൾ ലിവിങ് നമ്മൾ ഇന്റീരിയർ ഇപ്പോൾ ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇന്റീരിയറൊക്കെയാണ് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആകുക. കാരണം ഇത് പൈപ്പിനകത്ത് നമ്മൾ അപ്പോൾസ്റ്ററി വർക്കെല്ലാം ചെയ്തെടുത്തേക്കോ സിറ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പാർട്ടീഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലൊരു പാർട്ടീഷന് വേണ്ടിയിട്ട് അതവിടെ കൊടുത്തതാണ്. പിന്നെ അതിനകത്ത് തന്നെ ഒരു ഫിക്സഡ് പാർട്ടീഷൻ, ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ക്വയർ റാഡ് പോലെ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. അതെ, ട്രാൻസ്പെറന്റ് ആണ്. എന്നാൽ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇവിടെ ഈ ഫ്ലൂട്ട് ഗ്ലാസിന്റെ പാർട്ടീഷൻ കൊടുത്തതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഗ്ലാസ് വരുമ്പോൾ അത്രയും ഒരു ലൈറ്റിങ്ങും പ്രോപ്പറായിട്ട് കിട്ടണം. കൺജഷൻ അത് ഫീൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ എല്ലാം തന്നെ സ്ലൈഡിങ് വിൻഡോ UPVC നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് കൊടുത്തതും അതുകൊണ്ടാണ്. കാരണം ഈ ഇത്രയും ഏരിയ കുറവായതുകൊണ്ട് അതൊരു അകത്ത് കയറുമ്പോൾ നമുക്ക് ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു സ്പേസ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടീഷന്റെ തൊട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് സെറ്റ്. അത് നമുക്ക് ബാക്ക് ചാരി ഇരിക്കുകയും ചെയ്യാം. ഈ ഡൈനിങ് എല്ലാം നമ്മളൊരു ഇന്റീരിയറിന്റെ കോസ്റ്റ് എത്രമാത്രം എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിൾ. കാരണം ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതാണ് ഈ ചെയർ. ഇത് പൈപ്പിനകത്ത് തന്നെ ചെയ്തത്. ഇത് നമ്മൾ ചെയ്തത് ജിയുടെ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പോൾസ്റ്ററി അത് കളർ മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ മൊത്തം ചെയ്തേക്കുന്നത്. ബ്ലൂ കം ടെറാക്കോട്ട മിക്സ് ചെയ്താണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഫ്ലോറിംഗ് എങ്ങനെയാ? ഫ്ലോറിങ്ങും നമ്മൾ കജാരിയുടെ തന്നെ എടുത്തിരിക്കുന്നത്. അതൊരു ഒരു ഗ്രേ ഫിനിഷ് പ്ലാസ്റ്റിക് ടെക്സ്ചർ വരുന്ന രീതിയിൽ കളർ നമ്മൾ മൊത്തത്തിൽ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൊത്തം ഒരുപാട് കോൺട്രാസ്റ്റ് ഒന്നും കയറ്റാൻ നോക്കിയിട്ടില്ല. അത് ഈ സ്റ്റെയറിന്റെ ആയാലും എല്ലാം നമ്മൾ അതുപോലെ തന്നെ നോക്കിയാ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ നമ്മൾ വുഡാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിന്റെ ഈ ഒരു പോർഷനിലും നല്ല രീതിയിൽ പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയും നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. കാരണം എയർ ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴും ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഹ്യൂമിഡിറ്റി ഒന്നും ഫീൽ ചെയ്യത്തില്ല. എയർ ഫ്ലോ കറക്റ്റായിട്ട് ഇതാവും. അപ്പോൾ അത്യാവശ്യം ഇവിടെ നമുക്ക് ഇരിക്കാം, സ്പെൻഡ് ചെയ്യാൻ. ഈവനിങ്ങിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് മോർണിംഗിലൊക്കെ നല്ലൊരു വൈബാണ്. ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ നല്ലൊരു വൈബാണ്.
പിന്നെ നമ്മളിത് ഫുള്ള് UPVC വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് അത് രണ്ട് സൈഡ് ആയിക്കോട്ടെ നമ്മളൊരു ജിയുടെ ഒരു ഔട്ടർ കവറിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ രീതിയിൽ നമ്മൾ കൊടുത്താൽ മൊത്തം. പിന്നെ എന്നിട്ട് മാക്സിമം അതിനകത്ത് പ്ലാന്റ്സും കൂടെ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, പ്ലാന്റ്സ് മാക്സിമം കൊടുത്ത് ഞാൻ പറഞ്ഞില്ല, എയർ ഫ്ലോയും നമ്മുടെ ഈ പ്ലാന്റ്സും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അതിന്റെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അത് മാത്രമല്ല നമുക്കൊരു പ്രൈവസി കൂടിയാണ് കൊടുത്തപ്പോൾ. ഈ ഒരു പ്ലാന്റ്സും ഈ ഒരു ഓപ്പൺ സ്പേസും എല്ലാം കൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു അവിടെ നമ്മൾ ഡബിൾ ഹൈറ്റ് കൊടുത്ത്. ഇതിപ്പോൾ സ്റ്റെയറിന്റെ എന്തായാലും സ്റ്റെയർ റൂമിന്റെ ഒരു ഇത് വരുന്നുണ്ട്. അവിടെ നമ്മൾ മുകളിൽ ഓപ്പണിംഗ് പർഗോള കണക്കല്ല കൊടുത്ത് നമ്മളൊരു സ്ക്വയർ ഓപ്പണിംഗ് പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഗ്ലാസ് ഇട്ടേക്കുക, നമ്മൾ അതിനകത്ത് ഗ്ലാസ് ഇട്ടേക്കുക. ഇവിടെ ഒരു കോമൺ ബാത്റൂം. അത് കോമൺ ബാത്റൂം എന്ന് വെച്ചാൽ ബാക്കി രണ്ടും അറ്റാച്ച്ഡ് ആണ്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടും ഫീൽ ചെയ്യണം, അവർക്ക് കോമൺ ആരെങ്കിലും വന്നാൽ അവർക്ക് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ. അപ്പം ആ ബെഡ്റൂമിലുള്ളവർക്ക് സുഖമായിട്ട് അറ്റാച്ച്ഡ് പോലെ തന്നെ യൂസ് ചെയ്യാം. അവരുടെ പ്രൈവസി ഒന്നും ബാധിക്കുന്നില്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഇന്റീരിയർ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അലം ഫാബ്രിക്കേഷൻ അത് മൊത്തം നമ്മൾ ചെയ്തിരിക്കുന്നത്. കളർ തീം നമ്മൾ മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഗ്രേ കോൺട്രാസ്റ്റ് ആണ് ഫുള്ള് ത്രൂ ഔട്ട് കൊടുത്തേക്കുന്നത്. മൊറോക്കൺ ടൈൽ കൊടുത്തു. അങ്ങനെ അതൊക്കെ ഒരു ബഡ്ജറ്റിൽ ഇന്റീരിയർ മാക്സിമം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മൊത്തം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ കിച്ചണിലോട്ട് വരാണ്, ശരിക്കും എവിടെയും ഒരു ക്ലോഷർ ഒന്നും വരുന്നില്ല. ഇല്ല ഒരു വാൾ സെപ്പറേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ കൺജഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു വാൾ പാർട്ടീഷൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതും ഈ കിച്ചൺ നമ്മൾ അലം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും അതുപോലെ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ വാൾ ക്യാബിനാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പേസ് എല്ലാം കറക്റ്റ് ഫ്രിഡ്ജിന്റെ എല്ലാം മാക്സിമം ഒതുക്കി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ഒരു വർക്ക് ഏരിയ, ഒരു വർക്കിംഗ് കിച്ചൺ എന്ന രീതിയിൽ നമ്മൾ ഫുൾ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പിന്നെ ഭാഗത്തെ ഇവിടെയും നമ്മൾ ആ കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ അവിടെ ഗ്ലാസ് കൊടുത്തത്. അത് സ്ലൈഡിങ് ഓപ്പൺ ചെയ്യാം. അവിടെ ഈ പറഞ്ഞ കണക്ക് ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് നല്ല ഒരു എയർ ഫ്ലോ കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ആ ഒരു ഹ്യൂമിഡിറ്റിയോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. ഇപ്പം അപ്പുറത്തൊക്കെ കൺസെഷൻ നടക്കുന്നതുകൊണ്ട് ഇപ്പം ക്ലോസ് ചെയ്തിട്ടേക്കാണ് അത്. പിന്നെ അത് നമ്മൾ സ്ക്വയർ കണക്ക് സാധാരണ ഇച്ചിരി ലൈറ്റിംഗ് കൂടുതൽ കിട്ടണം. ഈ ലൈറ്റിങ്ങും ഓപ്പണിങ്ങിനകത്തൊക്കെ ആണല്ലോ നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഡിസൈനർ ടൈൽ 1x1 ഡിസൈനർ ടൈലായിട്ടത്. അത് പുള്ളിക്ക് ഇവിടുത്തെ ഓണറിന് അത്യാവശ്യം എഴുത്തും, പുള്ളിയുടെ ഡയറക്ടറാണ്, പുള്ളിയുടെ എഴുത്തുകാരനാണ്, വരയ്ക്കുന്ന ആളാണ്. അപ്പം പുള്ളിക്കാരന് ഉള്ളൊരു ഏരിയ കണക്ക് പുള്ളിക്കാരന് വരയ്ക്കാനും ഒക്കെ വേണ്ടുന്ന ഒരു സ്ഥലം കണക്ക് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പുള്ളിയുടെ ഡ്രോയിങ്സ് ആണ്. അപ്പം പുള്ളി വായന ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് പുള്ളിയുടെ ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമാണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമാണ് വരുന്നത്. ഇത് പുള്ളിക്ക് വർക്കൗട്ട് ചെയ്യാനും അതോടൊപ്പം വരയ്ക്കാനും എഴുതാനും ഒക്കെ റീഡിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ ഓപ്പണിംഗ് ഒക്കെ പുള്ളിക്കാരന് അത് ഓപ്പൺ ചെയ്തെല്ലാം ഇടുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നമുക്കിവിടെ ഫുൾ കാണാമല്ലോ. അതെ അതെ, അത് പക്ഷെ നമ്മൾ ഫിക്സഡാണ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് അവിടെ എന്തായാലും ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുക.
ഇത് പുള്ളിയുടെ തന്നെ പുള്ളി ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറൊക്കെയാണ്, സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ തന്നെ ഈ വായനയും എഴുത്തും പുള്ളിയുടെ ഒരു ലോകമാണ് ഇവിടെ. കാരണം ആ ഡോറ് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പുള്ളിക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാനും റിലാക്സ് ചെയ്യാനും. പുള്ളി സെക്രട്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടെ. അപ്പോൾ അതെ, അപ്പോൾ പുള്ളിക്ക് പ്ലാൻസ് ഒക്കെ തിക്കാക്കി ഇടുക, ഇവിടെ ഇറങ്ങിക്കുമ്പോൾ തന്നെ ബാക്കിലൊക്കെ ആ ഒരു ഹില്ലി, ആ ഒരു മൊത്തത്തിൽ ഒരു ഗ്രീനിഷാണ്, എഴുത്തിന് പറ്റിയ ഒരു ഇതും വരയ്ക്കാനും. അപ്പം പുള്ളിക്കാരൻ അത് ആദ്യമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ താഴെ ഒന്നും ഇടപെടത്തില്ല, എനിക്ക് എൻ്റെ ഒരു ഏരിയ എനിക്ക് പറ്റിയൊരു രീതി ആക്കി തരണം എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് നമ്മൾ സ്ലൈഡിങ് കൊടുത്തത്. 3 way സ്ലൈഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഇവിടെ ഇറങ്ങി നിൽക്കാം. എങ്ങനെ നമ്മുടെ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷന് കോസ്റ്റ്? ഇത് കൺസ്ട്രക്ഷൻ്റെ ഇതെന്ന് വെച്ചാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് 31 ലക്ഷം രൂപയായി കൺസ്ട്രക്ഷൻ മാത്രം. പിന്നെ ഇന്റീരിയർ നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടായിരുന്നു, ഒരു 3-4 lakhs ഇന്റീരിയറിന് മാത്രം ബഡ്ജറ്റ് ഇട്ടേക്കായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ 2 സൈഡ് നമുക്ക് മതിൽ കെട്ടി, ബാക്കി നമ്മൾ ജെ പൈപ്പിനകത്തൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ അത് നമുക്കൊരു ഇതും നമ്മൾ പാരപ്പറ്റ് കെട്ടി വെറുതെ ഇവിടെ എല്ലാം പാരപ്പറ്റ് കെട്ടുമ്പോൾ ഈ പറയുന്ന കണക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം ഒരു ഭംഗിയാവണം. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്ക്വയർ റാഡ് വെച്ച്, അതും ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയർ റാഡ് വെച്ചിട്ട് നമ്മൾ പാരപ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ റാഡ് വെച്ച് നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും നമുക്ക് എന്തൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാവോ അത് ചെയ്യാം. നമുക്കിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻറ്റീരിയർ വരുമ്പോൾ ഇൻറ്റീരിയർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതാണ് നമ്മളിവിടെ നമുക്കൊരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഇൻറ്റീരിയർ ചെയ്യാം. അത് നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ ഒരു കോംപ്രമൈസ് ചെയ്യരുത്. കൺസ്ട്രക്ഷൻ നല്ലോണം ചെയ്യുക. പിന്നെ ഇൻറ്റീരിയറിനകത്തും എക്സ്റ്റീരിയറിനകത്തും നമുക്ക് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നമുക്ക് ആ ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ എക്സ്റ്റീരിയറൊക്കെ ബഡ്ജറ്റിനകത്ത് നിർത്തിയായിരുന്നു ചെയ്തിരുന്നത് കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലയൻറ്റ് നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഈ ബഡ്ജറ്റും വേണം, എന്നാൽ നല്ല ഇതായിരിക്കണം. അത് നമ്മൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമുക്കൊരു വൈബുണ്ടോ വീടിനല്ലേ, അതാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അകത്ത് നമ്മൾ പരമാവധി അതിനകത്തൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം ഈ ഡബിൾ ഹൈറ്റ് UPVC വിൻഡോ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. കാരണം UPVCക്കൊക്കെ നല്ല ടഫൻഡ് ഗ്ലാസ് അല്ലേ, നമ്മൾ ഇത്രയും ലോങ് ആയിട്ടുള്ള UPVC നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കോസ്റ്റ് എന്തായാലും കയറും. എല്ലാം മിക്സറാണ്, ബാത്റൂമെല്ലാം നമ്മൾ മിക്സറും 2x2 എല്ലാം കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ് മൊത്തം 4x2 ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഫിറ്റിങ്സിനകത്തായാലും എല്ലാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇൻറ്റീരിയർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ആദ്യമേ ഫിക്സ് ചെയ്യുക. ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ അതിൻ്റെ പ്ലാനിങ്ങും അതിന് ഇൻറ്റീരിയർ നമ്മളിപ്പോൾ പ്ലൈവുഡിലോ അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഇങ്ങനെ മാറി തരും. ഒരുപാട് മോഡൽ ഉണ്ടാക്കി എടുക്കുന്നതിനകത്തല്ല കാര്യം. അപ്പോൾ നല്ല കളർ കൊടുക്കുക, നല്ലൊരു കളർ തീം കൊണ്ടുവരിക, ചെറിയതാണെങ്കിലും അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒരുപാട് ഐഡിയാസ് ഓരോ വീട് കാണുമ്പോഴും എല്ലാവർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബൈറ്റ് കൺസെപ്റ്റ്സ് ചെയ്ത ഒരു 3.5 സെൻറ്റിൽ ചെയ്തിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.